രാത്രിയിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും യാത്ര ചെയ്യാനും ഏറ്റവും സുരക്ഷിതമായ നഗരമെന്നാണ് പൊതുവെ കൊച്ചിയെക്കുറിച്ച് പറയാറുള്ളത്. അർദ്ധരാത്രിയിൽ പോലും കൊച്ചി സജീവമാണ്. ഇവിടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന യുവതി യുവാക്കളെയും കാണാം. പലയിടത്തും പോലീസിൻ്റെ സാന്നിധ്യവും പട്രോളിങ്ങും ഒക്കെ ഉണ്ടെന്നാണ് പറയാറുള്ളത്. എന്നാൽ എന്താണ് ഇപ്പോൾ ഈ നഗരത്തിൻ്റെ അവസ്ഥ? പ്രധാന റോഡുകൾക്കപ്പുറത്തേക്ക് ഇതല്ല സാഹചര്യം. ഇരുട്ട് നിറഞ്ഞ ബസ് സ്റ്റോപ്പുകൾ ഇപ്പോഴും ഭീതിയുടെ നിഴൽ പരത്തുന്നു. ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. കഴിഞ്ഞ രാത്രി കാമുകനെ കത്തിമുനയിൽ നിർത്തി യുവതിയെ പീഡിപ്പിച്ചത് കൊച്ചിയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ്. എങ്ങനെയാണ് അവർ ഇവിടെ എത്തിപ്പെട്ടത്? ഇതോടൊപ്പം പത്തനംതിട്ടയിൽ 28-കാരിയെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസും സിനിമാ സഹസംവിധായകനെതിരായ പീഡന പരാതിയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടം. ആളനക്കമോ വെളിച്ചമോ ഇല്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണിത്. രാത്രി സമയങ്ങളിൽ അനാശാസ്യ പ്രവർത്തനവും ലഹരി ഇടപാടുകളും ഉൾപ്പെടെ നടക്കുന്ന സ്ഥലം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം 24-കാരിയായ യുവതി കെട്ടിടത്തിന് മുകളിലേക്ക് പോയത് കണ്ടവരുണ്ട്. ഇതിന് സമീപത്തിരുന്ന് മദ്യപിച്ചിരുന്ന 3-അംഗ സംഘം അവരുടെ പിന്നാലെ പോയി. 10ാം നിലയിൽ എത്തിയപ്പോൾ മദ്യപ സംഘം കാമുകന്റെ കഴുത്തിൽ കത്തിവെച്ച് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിക്രമത്തിനിടെ വിവസ്ത്രയായ യുവതി 10ാം നിലയിൽ നിന്ന് ഫയർ ഗോവണിയിലൂടെ ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടത്. MBA-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 3 പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ലഹരിക്കടിമകളായ സംഘം കൊടും കുറ്റവാളികളെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് സുരക്ഷിതമാണെന്ന പൊതുബോധത്തെ തകിടം മറിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത്. ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തിയ MBA ബിരുദധാരിയായ യുവതിക്ക് നേരെ പീഡനശ്രമമുണ്ടായത് നടുക്കത്തോടെയാണ് നഗരവാസികൾ കേട്ടറിഞ്ഞത്. സ്വകാര്യ സ്ഥാപനത്തിലെ HR വിഭാഗം ജീവനക്കാരിയാണ് ബലാത്സംഗ ശ്രമത്തിന് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ഡാനിഷ്, കൊല്ലം സ്വദേശി രാഹുൽ, അരൂർ സ്വദേശി സഞ്ജയ് ഉല്ലാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ സെന്ററിന് പിന്നിലെ വിവേകാനന്ദ റോഡിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ബ്ലൂമോണ്ടെ ഹോട്ടലിന്റെ 10ാം നിലയിൽ ചൊവ്വാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. യുവതിയും എറണാകുളം സ്വദേശിയായ ആൺ സുഹൃത്തും കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകുമ്പോൾ പ്രതികൾ താഴത്തെ നിലയിൽ മദ്യപിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ഇരുവരെയും പിന്തുടരുകയും യുവതിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയുമായിരുന്നു. അവർ വിസമ്മതിച്ചതോടെ ആൺ സുഹൃത്തിനെ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ശരിക്കും ഇവർ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഇവർ മഴ നനഞ്ഞ സമയത്ത് ഇവർ ബിൽഡിങ്ങിനകത്തോട്ട് കയറിയ സമയത്താണ് ഈ 3 പേര്, ഈ ആക്രമണകാരികളെ 3 പേര്, ഡാനിഷ്, രാഹുൽ, പിന്നെ വേറൊരു പ്രതി, ഈ 2 പ്രതി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ഈ കുട്ടിയെ കത്തി വെച്ചിട്ട് ഈ പെൺകുട്ടിയെയും വലിച്ചടിച്ച് മുകളിൽ പോവുകയാണ് ചെയ്തത്. ഒന്ന് റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നിട്ടുള്ളത്. അപ്പം മറ്റ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ റേപ്പ് നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാളെ പ്രതിയെ പിടിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യുവതിയുടെ വസ്ത്രങ്ങൾ പ്രതികൾ വലിച്ചു കീറി. മാനഭംഗത്തെ ശക്തമായി ചേർത്ത യുവതി കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ എക്സിറ്റ് ഗോവണിയിലൂടെ ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി രാഹുലിന്റെ ഫോൺ നമ്പറാണ് പോലീസിന് ലഭിച്ച ആദ്യ തുമ്പ്. രാഹുലിൽ നിന്നും കൂട്ടുപ്രതികളുടെ വിവരം ലഭിച്ചു. ഫോൺ ലൊക്കേഷൻ നോക്കി പോലീസ് എത്തുമ്പോൾ താമസ സ്ഥലത്ത് ഡാനിഷ് ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ഫോൺ പരിസരത്തെ ഒരു മൊബൈൽ കടയിൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടതായി കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ട് ഡാനിഷ് വരുന്നത് കണ്ട് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കമ്മട്ടിപ്പാടം ഭാഗത്തേക്ക് ഓടി റെയിൽവേ ട്രാക്കിന് സമീപത്തെ തോട്ടിൽ ചാടിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ജീപ്പിൽ കയറ്റിയപ്പോഴും കൈവിലങ്ങുമായി ഇറങ്ങിയോടാൻ ഇയാൾ ശ്രമം നടത്തി. ഇതിനിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SI സുബോധിന് പരിക്കേറ്റു. അപ്പോൾ ഇവൻ ശരിക്കും ആ കടയിലോട്ട് കയറാൻ നിൽക്കുന്ന ജസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്തു. പോലീസാണെന്ന് എങ്ങനെ മനസ്സിലായി. മഫ്തിയിലായിരുന്നു. ആ സമയം അവൻ ഓടാൻ ശ്രമിച്ചപ്പോഴത്തേന് പിടിച്ചത് എന്നെ തള്ളി മാറ്റിയപ്പോഴാണ് ഞാൻ വീണു. ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് ഓടി, അവൻ്റെ പിന്നാലെ ഓടി, വേറൊരു വീട് വഴിയൊക്കെ ഓടി അതിനെ തോട്ടിച്ചാടി. ഒരു തോടുണ്ട് റെയിൽവേ ട്രാക്കിനപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വീണ്ടും അവനെ എടുത്ത് സ്റ്റേഷൻ ജീപ്പിൽ തൊളിയൊക്കെ എടുത്ത് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അവനെ വീണ്ടും ജീപ്പിനകത്ത് കൊണ്ടുവന്ന ഭാഗത്ത് വീണ്ടും ഒരു പുല്ലേപ്പടി ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ബ്ലോക്കായപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടി.
അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഡാനിഷ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പോക്സോ ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. കൊല്ലം പരവൂരിൽ ഇയാളുടെ പേരിൽ കവർച്ചാ കേസുമുണ്ട്. രാഹുൽ 2 കേസുകളിൽ പ്രതിയാണ്. 3-ാം പ്രതി സഞ്ജയ് ഉല്ലാസ് വധശ്രമ കേസിലെ പ്രതിയാണ്. 3 പേരും എറണാകുളം സൗത്ത് സ്റ്റേഷൻ പരിസരത്തെ ഇടറോഡുകളിൽ വഴിയാത്രക്കാരെ രാത്രി കത്തികാട്ടി കവർച്ച നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിൽ ഭർത്താവ് മരിച്ച് വിധവകളായി ജീവിക്കുകയും വിവാഹബന്ധം വേർപിരിഞ്ഞ് കഴിയുകയും ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒട്ടേറെയാണ്. സഹായത്തിന് ആരുമില്ലാത്ത സാഹചര്യം, കുട്ടികളെ വളർത്താൻ പെടുന്ന കഷ്ടപ്പാട്, വഷളന്മാരായ ചില പുരുഷന്മാരുടെ ശല്യവും ഒളിഞ്ഞുനോട്ടവും. പത്തനംതിട്ടയിൽ 28-കാരിയായ യുവതി ഭർത്താവുമായി പിണങ്ങി 2 കുട്ടികൾക്കൊപ്പമായിരുന്നു താമസം. അതിനിടെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ സൗഹൃദം നടിച്ച് ഒപ്പം കൂടി. പിന്നീട് പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു. നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ശല്യവും ഭീഷണിയും തുടർന്നതോടെ യുവതി പോലീസിൽ പരാതി നൽകി. കേസിൽ അടൂർ സ്വദേശി വിനോദിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് വൈകിട്ട് 6:30-ക്കാണ് യുവതിയെ പ്രതി ആദ്യമായി ബലാത്സംഗം ചെയ്തത് എന്നാണ് പരാതി. ഭർത്താവുമായി അകന്നു കഴിയുന്ന 3 കുട്ടികളുടെ അമ്മയായ 28 വയസ്സുകാരി വീട്ടിൽ പോകാനായി അയൽവാസിയായ വിനോദിന്റെ ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു. യുവതി വണ്ടിയിൽ കയറിയതിന് പിന്നാലെ പേഴ്സും ഫോണും എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ വിനോദ് സ്വന്തം വീട്ടിലേക്ക് യുവതിയുമായി പോയി. വീട്ടിലെത്തിയ പ്രതി യുവതിയോട് സൗഹൃദം നടിച്ച് ജ്യൂസ് നൽകി. ഇത് കുടിച്ചതോടെ യുവതി മയക്കത്തിലായി. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബോധരഹിതയായതോടെ ബലാത്സംഗം ചെയ്തെന്നാണ് അതിജീവിതയുടെ പരാതി. പിന്നീട് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പരാതിയിലുണ്ട്. പ്രതിയുടെ നിരന്തര പീഡനവും മർദ്ദനവും സഹിക്കവയ്യാതെ യുവതി പ്രതിയുടെ ഭാര്യയോട് തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ പ്രതി യുവതിയെ വീണ്ടും നടുറോഡിൽ വെച്ച് അടിക്കുകയും ടാങ്കർ ലോറിയിൽ കയറ്റി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും പത്തനംതിട്ട SP-ക്കും യുവതി പരാതി നൽകി. അടൂർ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തു. പ്രതി വിനോദ മറ്റു പല കേസുകളിലും ഉൾപ്പെട്ട ആളാണെന്നാണ് സൂചന. തനിക്ക് നീതി വേണമെന്നും മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്നുമാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. വിശ്വാസം അതല്ലേ എല്ലാം എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോജോ കുരിശിങ്കലിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ആളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ജോജോ ആൾ നിസ്സാരക്കാരനല്ല. മൃഗവേട്ടയും മനുഷ്യവേട്ടയുമാണ് പരിപാടി. പല നുണക്കഥകളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വിരുദ്ധൻ. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട മോഡലിനെ പീഡിപ്പിച്ച കേസിൽ ജോജോയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. ഡേറ്റിംഗ് ആപ്പായ ബംബിൾ വഴിയാണ് പ്രതി മോഡലും തെറാപ്പിസ്റ്റുമായ യുവതിയെ പരിചയപ്പെടുന്നത്. അതിനിടെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു. പിന്നീട് 2024-ൽ തൃപ്പൂണിത്തുറയിലെ സിനിമാ സെറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. രാത്രി 12 മണിയോടെ ഇയാളുടെ ഫ്ളാറ്റിലെത്തിച്ച് വീണ്ടും ലൈംഗികമായി ചൂഷണം ചെയ്തു. പുലർച്ചെ 4 മണിവരെ പീഡനം തുടർന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ആ സമയം യുവതി അറിയാതെ ഇവരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് അതിജീവിതയുടെ മൊഴി. പ്രതി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുൻപ് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ മുൻപ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം മറച്ചുവെച്ചാണ് താനുമായി സൗഹൃദത്തിലായത്. എന്നാൽ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയ തന്നെ ജോജോ ഭീഷണിപ്പെടുത്തി. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് പലതവണ പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തോടെ ഒളിവിൽ പോയ പ്രതി ജോജോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി.
നേരത്തെ വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. അതേസമയം പ്രതി പോലീസ് വസ്ത്രം ധരിച്ച് CI റാങ്കിലുള്ള രാജേഷ് എന്ന ഉദ്യോഗസ്ഥനുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. ഒളിവിൽ കഴിയാൻ പ്രതിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. പറക്കമുറ്റാത്ത പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ, പിന്നീട് മക്കളെ വളർത്താൻ ശേഷിയില്ലാതെ അവരെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച അമ്മ. കൊച്ചി സ്വദേശിനികളായ 2 പെൺകുട്ടികളും ചെറുപ്പം മുതൽ അനുഭവിക്കാത്ത വേദനകളില്ല. പിന്നീട് എറണാകുളം CWCയിൽ നിന്ന് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികൾ ദത്തെടുത്തപ്പോൾ നല്ലൊരു ഭാവി ആ പെൺകുട്ടികൾ സ്വപ്നം കണ്ടതാണ്. എന്നാൽ അഭയം നൽകിയവർ തന്നെ 14കാരിയുടെയും അനുജത്തിയുടെയും ജീവിതം പിച്ചി ചീന്തുന്നു. കൂത്തുപറമ്പിലെ വീട്ടിൽ കൊടിയ പീഡനമാണ് അവർ നേരിട്ടത്. ദത്തെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ശശികുമാറിന് കോടതി 44 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പീഡനത്തിന് ഒത്താശ ചെയ്ത ഇയാളുടെ ഭാര്യ രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. എറണാകുളം CWCയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വന്നിരുന്ന 14 വയസ്സുള്ള അതിജീവിതയെ ശശികുമാറും ഭാര്യ രത്നകുമാരിയും 2016 ദത്തെടുത്തത്. പിന്നീട് ഇവരുടെ വീട്ടിൽ കുട്ടിയെ കഠിനമായ ജോലികൾ ചെയ്യിച്ചും വീട്ടിൽ പൂട്ടിയിട്ടും ക്രൂരമായി ഉപദ്രവിച്ചു. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും കേസുണ്ട്. ശശികുമാർ 3 ദിവസത്തോളം രാത്രി മുറിയിൽ കയറി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. തുടർന്ന് ഗർഭിണിയായ കുട്ടിയെ ഇയാളുടെ നിർദ്ദേശപ്രകാരം ഭാര്യ തലശ്ശേരിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. ഗർഭം അലസിപ്പിക്കാൻ വിശ്രമം നൽകാതെ കഠിനമായ ജോലികൾ ചെയ്യിക്കുകയും വെട്ടുകല്ലെടുത്ത് വയറ്റിൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായാണ് ഗർഭം അലസിപ്പിച്ചത്. കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. പീഡനത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പ്രതിയും ഭാര്യയും ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് സഹോദരിയോടാണ് പെൺകുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. സഹോദരിക്കും പ്രതിയിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നിരുന്നു. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന ഈ പെൺകുട്ടി കൗൺസിലിംഗിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പോലീസ് കേസെടുത്ത് 2ാം ദിവസം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. മട്ടന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലെ 2016 മുതലുള്ള രേഖകൾ കേസിൽ നിർണായകമായി. ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള മൊഴികളാണ് പ്രതികൾക്ക് തിരിച്ചടിയായത്. 60 ദിവസങ്ങൾക്കുള്ളിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 1ാം പ്രതി ശശികുമാറിന് വിവിധ വകുപ്പുകളിലായി 44 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 1,04,000 രൂപ പിഴയടയ്ക്കണമെന്നാണ് തലശ്ശേരി പോക്സോ കോടതിയുടെ വിധി. 2 പോക്സോ കേസുകളിലായാണ് ശിക്ഷ. 2ാം പ്രതി രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി കുട്ടിക്കാലം മുതൽ സുവിശേഷം കേട്ടു വളർന്നവനാണ്. ബൈബിളിൽ പറയുന്നതുപോലെ ധൂർത്തപുത്രൻ. പിതാവ് പാസ്റ്റർ മാത്യുവിന് കണ്ണീര് മാത്രം സമ്മാനിച്ചവൻ. മൂത്ത മകൻ സജിയുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ നാളുകളോളം പ്രാർത്ഥിച്ചു. അവനെ കുറെ ഉപദേശിച്ചു. അങ്ങനെ ഒരു ദിവസം, അതായത് 2018 മാർച്ച് 3 മാത്യുവിനെ കാണാതാകുന്നു. അന്ന് അപ്പനെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൻ സജി പരാതി നൽകിയതാണ്. പിന്നീട് 8 വർഷങ്ങൾക്കിപ്പുറം അമ്മയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തിയ കേസിൽ സജി പിടിക്കപ്പെട്ടതോടെ അച്ഛൻ്റെ തിരോധാനത്തിലും ദുരൂഹത ഒഴിയുന്നു. മാത്യുവിനെ കൊന്ന് മൃതദേഹം സജി തന്നെ കുഴിച്ചിട്ടിരിക്കാമെന്നാണ് നിഗമനം. വീടിന് സമീപം കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങളും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ സജി അറസ്റ്റിലായതോടെയാണ് പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും സംശയമുയർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീടിന് സമീപം കുഴിയെടുത്ത് പരിശോധന ആരംഭിച്ചത്. അമ്മയെയും സഹോദരനെയും സജി കുഴിച്ചുമൂടിയിരുന്ന സ്ഥലത്തിന് സമീപമാണ് JCB ഉപയോഗിച്ച് കുഴിച്ചത്. ഇവിടെ നിന്ന് എല്ലിൻ കഷ്ണവും ഷർട്ടും പാന്റും പരിശോധനയിൽ കണ്ടെത്തി. ലഭിച്ച എല്ലിൻ കഷ്ണം മനുഷ്യന്റെ തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി
ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മനുഷ്യന്റേതെങ്കിൽ തുടർന്ന് DNA പരിശോധന നടത്തുമെന്നും പോലീസ് പറഞ്ഞു. പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന മാത്യുവിനെ 2018 മാർച്ച് 3 കാണാതാവുന്നത്. മകളുടെ ചികിത്സാവശ്യത്തിനായി കട്ടപ്പനയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഇയാൾ ദിവസങ്ങൾ കഴിഞ്ഞും തിരികെ വരാതിരുന്നതോടെ മൂത്ത മകൻ റജി പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും മതിയായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ അന്ന് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ചയും പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തും. ന്യൂസ് 18 ഇടുക്കി. അച്ഛനും മക്കളും ഒന്നിച്ച് ലഹരി ഇടപാട്, കൂട്ടിനമ്മയും. നാട്ടുകാർക്ക് ശല്യമായതോടെ അയൽവാസിയായ വിജയൻ പോലീസിൽ പരാതി നൽകി. അന്നു മുതൽ ആ വയോധികൻ ഇവരുടെ നോട്ടപ്പുള്ളിയാണ്. പിന്നീട് വിജയനോട് പക വീട്ടാനുള്ള കാത്തിരിപ്പ്. ആലപ്പുഴ പാണാവള്ളിയിൽ വയോധികനെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ കഥകൾ കേട്ടത്. സംഭവത്തിൽ അയൽവാസിയായ സത്താറിനും ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ബഹളം കെട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത്. നമ്മുടെ നാട്ടിലെ ചില പ്രദേശങ്ങളിൽ വിവാഹാഘോഷത്തിനിടെ കൂട്ടത്തല്ല് പതിവ് കാഴ്ചയാണല്ലേ. കാരണം വളരെ നിസ്സാരമായിരിക്കും. ഭക്ഷണത്തിൻ്റെ പേരിലും പപ്പടത്തെ ചൊല്ലിയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വിവാഹ സൽക്കാരത്തിനിടെ ഉണ്ടായ കൂട്ടത്തല്ല് അല്പം കൈവിട്ടുപോയി. ഭക്ഷണം വിളമ്പതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വരൻ്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള 10ഓളം പേർക്ക് മർദ്ദനമേറ്റു. കാറ്ററിംഗ് തൊഴിലാളികളും കുടുംബാംഗങ്ങളും തമ്മിലാണ് അടിയുണ്ടായത്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി സ്വദേശികളുടെ വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ ശേഷം വിരുന്ന് സൽക്കാരത്തിലായിരുന്നു ബന്ധുക്കളും മറ്റും. ഏറ്റവും അവസാന സമയത്താണ് വരന്റെ സഹോദരിയും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഈ സമയം മേശകളും മറ്റും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ ഇവർ ഇരുന്ന ഭാഗത്ത് ഭക്ഷണം വിളമ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞു. തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. ഫുഡ് ചോദിച്ചതാണ്, ഇവിടെ വിളമ്പാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായത്. കാറ്ററിംഗ് സാറിൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ഇവിടെ വിളമ്പാന്ന് പറഞ്ഞെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. അവരിവിടെ വിളമ്പത്തില്ല, നിങ്ങൾ മാറി സീറ്റ് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് വാക്കുതർക്കം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയാക്കി. അവരാണ് പിള്ളേരെ ഇവിടേക്കൊക്കെ ഇങ്ങനെ തല്ലിച്ച്. പിള്ളേർ ഇരിക്കുക കഴിക്കാനാണ്. അപ്പോൾ ഫുഡ് കൊടുത്തില്ല. എന്നാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അല്ല, വേറെ ടേബിളിൽ പോയി ഇരിക്കാൻ. നമ്മൾ അവരുടെ തൊട്ടടുത്ത മുന്നിലായിരിക്കുന്നത് പിള്ളേർ. അവർ വിളമ്പുന്ന ടേബിളിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ ഈ സംഭവം കൊടുക്കാൻ പറ്റാത്ത എന്നാന്ന് ഞാൻ ഓണറടുത്ത് ചോദിച്ചു. ആ ഓണറടുത്ത് ചോദിച്ചപ്പോൾ രണ്ടുപേരും എനിക്ക് തലക്കിൻ്റെ അടി താഴെ കളഞ്ഞു. വീണപ്പോൾ ഒരു ഇതുണ്ട്, മറ്റേ ചട്ടുകം കൊണ്ട് ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തീരാൻ വേണ്ടി വന്നാൽ പിടിച്ചത് അതേ കയ്യിലടി. എന്നിട്ടാണ് ഇത് പിടിച്ച് അന്നേരം ഒരു ചരുവം കൊണ്ട് ഞാൻ മണ്ടയിൽ അടിച്ചു, താഴെ കളഞ്ഞു. താഴെ കറിയൊക്കെ കളഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. താഴെ വീണപ്പം എന്നെ ഇടിച്ച് ചവിക്കാനാകുമ്പോൾ പിള്ളേർ കയറി പിടിച്ചു. ഇത്രേ ഉള്ളൂ. പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 ഇടുക്കി. മഹാരാഷ്ട്ര നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിലുണ്ടായ ലൈംഗികാതിക്രമ കേസിനും മതപരിവർത്തനത്തിനും പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ? കേസിലെ പ്രധാന പ്രതിയായ HR മാനേജർ നിദാ ഖാൻ അറസ്റ്റിലായതോടെ സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. കഴിഞ്ഞ 25 ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന നിധയെ ഛത്രപതി സാംബാജി നഗറിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നിദാ ഖാൻ കോടതിയെ സമീപിച്ചെങ്കിലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വർഷങ്ങളായി തുടരുന്ന ലൈംഗികാതിക്രമങ്ങളും മതപരിവർത്തനവും ആരോപിച്ച് 8ഓളം വനിതാ ജീവനക്കാർ പരാതിയുമായി വന്നതോടെയാണ് കൊടും ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വന്നത്.
TCSലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നിദാ ഖാൻ 25 ദിവസത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. കേസുമായി ബന്ധപ്പെട്ട 6 ജീവനക്കാരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ നിദാ ഖാൻ ഒളിവിലായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി കൈസർ കോളനിയിലെ ഫ്ളാറ്റിൽ നിദാ ഖാൻ മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസിച്ചു വരികയായിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഫ്ളാറ്റിൽ നിരീക്ഷണം ശക്തമാക്കി. നാസിക് SIT, ഛത്രപതി പോലീസ് കമ്മീഷണറേറ്റ്, ക്രൈംബ്രാഞ്ച് എന്നിവർ സംയുക്തമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. താൻ ഗർഭിണിയാണെന്നും മുൻകൂർ ജാമ്യം വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ ഇവർ കോടതിയെ സമീപിച്ചെങ്കിലും ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. TCSൽ പ്രോസസ് അസോസിയേറ്റായി 2021 നിദാ ഖാൻ ജോലിയിൽ പ്രവേശിച്ചത്. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇവരെ കമ്പനിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 18നും 25നും ഇടയിൽ പ്രായമുള്ള വനിതാ ജീവനക്കാരാണ് സഹപ്രവർത്തകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനാവശ്യമായ സ്പർശനം, അശ്ലീല പരാമർശങ്ങൾ, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നിവയ്ക്ക് പുറമെ ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുക, ഹിജാബും ബുർഖയും ധരിക്കാൻ നിർബന്ധിക്കുക, നമസ്കാരം നടത്താൻ പ്രേരിപ്പിക്കുക, ഹിന്ദു ദൈവങ്ങളെയും ആചാരങ്ങളെയും അപമാനിക്കുക തുടങ്ങിയവയും നടന്നതായി പരാതിയിൽ പറയുന്നു. പ്രതികൾക്കെതിരെ പരാതി നൽകുന്നതിൽ നിന്ന് ജീവനക്കാരെ നിദാ ഖാൻ പിന്തിരിപ്പിച്ചതായും ഇരകളുടെ സുപ്രധാന രേഖകൾ മറ്റു പ്രതികൾക്ക് കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കേസിന്റെ ഗൗരവം പരിഗണിച്ച് നാസിക് പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് 8ഓളം വനിതാ ജീവനക്കാർ പരാതിയുമായി വന്നപ്പോഴാണ് കൊടും ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതായും സംശയമുണ്ട്. ഡാനിഷ് ഷെയ്ഖ്, തൗസിഫ് അത്തർ തുടങ്ങി നിരവധി പേർക്കെതിരെ ഇതിനോടകം 9ഓളം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ആഭ്യന്തര സമിതികളിൽ ഇത്തരം പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് TCSന്റെ വിശദീകരണം. നിദാ ഖാൻ HR വിഭാഗത്തിലോ നേതൃസ്ഥാനത്തോ ഉള്ള വ്യക്തിയല്ലെന്നും കമ്പനി വ്യക്തമാക്കി. എങ്കിലും വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്താനായി കമ്പനി സ്വതന്ത്ര വിദഗ്ധരടക്കമുള്ള മേൽനോട്ട സമിതിയെ നിയോഗിച്ചു. തൊഴിലിടങ്ങളിലെ സുരക്ഷയെയും മൗലിക അവകാശങ്ങളെയും സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് ഈ സംഭവം മഹാരാഷ്ട്രയിൽ വഴിയൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹൈബി ഈഡൻ, K രാധാകൃഷ്ണൻ എന്നീ MPമാരുടെയും MLAമാരുടെയും തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ വരെയും വ്യാജരേഖകൾ. പോലീസ് വെരിഫിക്കേഷനായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ കത്തുകൾ. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പ്രമുഖ ഡോക്ടർമാരുടെയും സീലുകളും ഒപ്പുകളും. കൊച്ചി കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടത്തുന്ന വൻ റാക്കറ്റിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത രേഖകളാണിത്. എറണാകുളം ജില്ലയിൽ നടത്തിയ റെയ്ഡിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. അവയവ കച്ചവട മാഫിയയ്ക്ക് പിന്നിൽ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബും ഭാര്യ റഷീദിയുമെന്നാണ് വിവരം. ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കം വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളിലായിരുന്നു പോലീസ് റെയ്ഡ്. കേസിൽ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവയവദാനത്തിനുള്ള രേഖകൾ വ്യാജമായി ചമച്ച് വ്യാപകമായി തട്ടിപ്പ് നടത്തിയെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. കിഴക്കമ്പലത്ത് പ്രധാനമായും പള്ളിക്കര, പെരിങ്ങാല മേഖലകളിലാണ് റെയ്ഡ്. ജില്ലയിലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവക്കടത്ത് നടത്തുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊർജിത പരിശോധന ആരംഭിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പണം വാഗ്ദാനം ചെയ്ത് വലയിലാക്കിയാണ് സംഘം അവയവദാനത്തിന് അനുമതി വാങ്ങുന്നത്. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വ്യാജരേഖകൾ ചമച്ചതായും പോലീസ് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശി നജീബ് പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് സൂചന. കുന്നത്തുനാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഡോക്യുമെന്റുകൾ നമുക്ക് വേണം. അപ്പൊ ആ ഡോക്യുമെന്റ് എല്ലാം ഇവര് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന്റെ കഴിഞ്ഞത് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷനിലെ ബാക്കിയുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഇൻവെസ്റ്റിഗേഷൻ കുറയുമ്പോഴേ നമുക്കിനി മറ്റു പ്രതികളിലേക്ക് വരത്തുള്ളൂ. ഇതിൽ നജീബ് എന്ന് പറയുന്ന ഒരാളാണ്
ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് കൊണ്ട് കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിച്ചത്. അതെല്ലാം ഇനി നമുക്ക് തുടർന്നുള്ള അന്വേഷണത്തിലേ അറിയാൻ പറ്റുക. നമ്മൾ ഇന്നലെ ഒറ്റ റെയ്ഡല്ലേ ഇന്നലെ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അന്വേഷണമല്ലേ നടക്കത്തുള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അറിയും. സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങൾക്ക് പിന്നിൽ വൻ ബ്രാക്കറ്റ് ഉണ്ടെന്നും ഇതിലെ അംഗമാണ് നജീബെന്നുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. പള്ളിക്കരയിൽ ഇയാൾ നടത്തിയിരുന്ന സ്റ്റുഡിയോ, വീട് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും പരിശോധന. സമീപത്തെ ഫോട്ടോസ്റ്റാറ്റ് കടയിലും പരിശോധന നടന്നു. കുന്നത്നാട്, തടിയിട്ടപ്പറമ്പ്, അമ്പലമേട് സ്റ്റേഷനുകളിലെ പോലീസ് സംഘം പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റു ചില ജില്ലകളിലും ഇതോടൊപ്പം പരിശോധന നടക്കുന്നതായും വിവരമുണ്ട്. എറണാകുളത്തെ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എംപിമാർ, MLA മാർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്രിമ രേഖകൾ എന്നിവയും റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ അവയവദാതാക്കളുടെയും സ്വീകരിച്ചവരുടെയും വിവരങ്ങൾ, ചികിത്സാ രേഖകൾ, പ്രമുഖ ഡോക്ടർമാരുടെ വ്യാജ സീലുകൾ എന്നിവയും പോലീസിന് ലഭിച്ചു. ന്യൂസ് 18 കൊച്ചി. വിവാഹത്തിന് ശേഷം ഹണിമൂൺ ട്രിപ്പ് പൊതുവേ അതൊരു നാട്ടുനടപ്പാണല്ലേ. എന്നാൽ കല്യാണം കഴിഞ്ഞ് പണം കയ്യിലില്ലെങ്കിൽ എങ്ങനെ ട്രിപ്പ് പോകും? തമിഴ്നാട് തഞ്ചാവൂരിലെ രഞ്ജിത് കുമാർ എന്ന യുവാവ് അതിന് കണ്ടെത്തിയ വഴിയായിരുന്നു മോഷണം. എന്നാൽ ടൂറിന് പകരം അയാളിപ്പോൾ ജയിലിലാണ്. മോഷണക്കുറ്റത്തിനല്ല, കൊലക്കേസിൽ പ്രതിയായാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. മാല മോഷണത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ കേസിലാണ് രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. ഭാര്യയുമായി ടൂർ പോകുന്നതിനിടെ രാമേശ്വരത്ത് വെച്ച് പോലീസ് വളഞ്ഞാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 3 രാവിലെയാണ് രാമനാഥപുരം സുങ്കത്തിന് സമീപം അപ്പാർട്ട്മെന്റിൽ തനിച്ച് താമസിച്ചിരുന്ന ടി ഗോമതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ കണ്ണാശുപത്രിയിൽ കാണിക്കാനായി വിദേശത്ത് നിന്നെത്തിയ മകൾ വാതിൽ തുറന്നപ്പോഴാണ് 69-കാരിയായ ഗോമതി മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല കാണാതായിരുന്നു. മുൻ രജിസ്ട്രാറായ ഭർത്താവ് തങ്കരാജ് 10 വർഷം മുമ്പ് മരിച്ചതിന് ശേഷം ഗോമതി തനിച്ചായിരുന്നു താമസം. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി തഞ്ചാവൂർ മാത്തൂർ സ്വദേശി 24-കാരനായ പി രഞ്ജിത് കുമാർ പിടിയിലായത്. 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. 3 മാസം മുമ്പ് വിവാഹിതനായ രഞ്ജിത്ത് ഇസ്തിരി തൊഴിലാളിയായിരുന്നു. പ്രദേശത്തെ അപ്പാർട്ട്മെന്റുകളിൽ നേരിട്ടെത്തി തുണികൾ വാങ്ങുകയും അലക്കി ഇസ്തിരിയിട്ട് നൽകുകയും ചെയ്തിരുന്നതിന്റെ പരിചയത്തിലാണ് ഫ്ളാറ്റിനകത്തേക്ക് കടന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് തുണി തിരിച്ചു നൽകാനായി ഫ്ളാറ്റിലെത്തിയ ശേഷം മാല കവരാൻ ശ്രമിക്കുന്നതിനിടെ ഗോമതി ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകി. വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യയുമായി ടൂർ പോകാൻ പണം കണ്ടെത്താനായാണ് മാല മോഷ്ടിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് 2 ലക്ഷം രൂപയ്ക്ക് മാല പണയം വെച്ചാണ് യാത്ര പോയത്. ടൂർ പോകുന്നതിനിടെ രാമേശ്വരത്ത് വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ വളഞ്ഞു പിടിച്ചത്. ന്യൂസ് 18 ചെന്നൈ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് കുടുംബം. കുട്ടി മരിച്ചത് അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്നാണ് ആരോപണം. സംഭവത്തിൽ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വിദ്യാർത്ഥിയുടെ മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് SFI MS പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം കുടുംബത്തിൻ്റെ ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മരണത്തിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഇതിൽ അന്വേഷണം വൈകുന്നതിനെ തുടർന്നാണ് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അധ്യാപകരുടെ പീഡനം മൂലമാണ് തേജസ് ജീവനൊടുക്കിയതെന്ന പരാതിയുമായി കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സ്കൂളിൽ നിന്നുള്ള പീഡനം മൂലം രക്ഷിതാക്കൾ TC ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ പരീക്ഷ എഴുതിയാലേ TC നൽകാനാവൂ എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട്. അധ്യാപകർ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതിനാലാണ് TC ആവശ്യപ്പെട്ടതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്.
വിദ്യാർത്ഥിയുടെ മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് MSF, SFI പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത സ്കൂളിനകത്ത് പ്രവേശിച്ചു. അതേസമയം കുടുംബത്തിന്റെ ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ്. കുട്ടിയെക്കുറിച്ച് ഒരു പരാതിയും തനിക്കോ PTA ലഭിച്ചില്ലെന്നും സംഭവം അന്വേഷിക്കുന്നതിന് സ്കൂൾ ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചതായും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. TC ആവശ്യപ്പെട്ടിരുന്നതായും നടപടിക്രമങ്ങൾ പാലിച്ച് മെയ് 2 ശേഷം നൽകാമെന്ന് അറിയിച്ചിരുന്നുവെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമുകളുടെ സ്വാധീനം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് മുക്കത്ത് മോഷണം തുടർക്കഥയാകുന്നു. ഇതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലും ഭീതിയിലുമാണ്. മുക്കത്തിന് സമീപം നെല്ലിക്കാപ്പറമ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൻ്റെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. ഈ പ്രദേശത്ത് 1 മാസത്തിനിടെ 4 വീടുകളിലാണ് മോഷണം നടന്നത്. ഇതോടെ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം. നെല്ലിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം ചേലക്കോടൻ ഷംസുദ്ദീന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. ഷംസുദ്ദീന്റെ മകൾ അഫ്സാനയുടെ കഴുത്തിലെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സംഭവം. രാവിലെ എണീച്ചപ്പോഴാണ് അറിയുന്നത് സ്വർണം പോയത്. മോളെ വള കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇവിടെ കഴുത്തിൽ മുറിയൊക്കെ ഉണ്ട്, 2 പവന്റെ മാല പോയിട്ടുണ്ട്. അല്ലല്ല അറിഞ്ഞില്ല. നല്ല തലേന്ന് ഒരു യാത്ര ആയിട്ട് നല്ല ഉറക്കാന്. പക്ഷെ മോള് കണ്ടിട്ടുണ്ട്, അങ്ങനെ തലയെ കെട്ടിയിട്ടാണ് ഓള് എണീച്ചപ്പോ കിടന്നോന്ന് പറഞ്ഞ് മിണ്ടരുത് എന്ന് പറഞ്ഞ് അങ്ങനെ ഡോറ് തുറന്ന് ഓടിയെന്ന് ഓള് പറയുന്നുണ്ട്. തുറന്നിട്ട മതിനുള്ളത്. തലേന്ന് ഞങ്ങൾ അടിച്ചതാണ്. അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഒരു ആള് കണ്ടെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വന്ന് പറഞ്ഞേന്. അപ്പൊ ഞങ്ങള് ഡോറൊക്കെ ഉറപ്പാക്കിയിട്ടാണ് ഉറങ്ങിയത്, അടിച്ചത്. വീട്ടുകാരുടെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് 1 മാസത്തിനിടെ 4 വീടുകളിലാണ് മോഷണം നടന്നത്. മോഷണം തുടർക്കഥയായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പോലീസ് രാത്രി പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. സംസ്ഥാനത്തേക്ക് ലഹരി വ്യാപകമായി ഒഴുകുന്നുണ്ട്. ഇതോടെ മയക്കുമരുന്ന് മാഫിയെ പൂട്ടാൻ പോലീസും എക്സൈസും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ 133 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായി. കോഴിക്കോട് മുക്കത്തും ലഹരിവേട്ട നടന്നു. മുക്കം കാരശ്ശേരിയിൽ ഫർഹാൻ എന്ന യുവാവിനെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ട്രെയിനിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. കണ്ണൂർ റൂറൽ പോലീസിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ MDMA വേട്ടയാണ് പഴയങ്ങാടിയിൽ നടന്നത്. പുതിയങ്ങാടി സ്വദേശി CH ഷിഹാബിന്റെ വീട്ടിലും കാറിൽ നടത്തിയ പരിശോധനയിലാണ് 133 ഗ്രാമിലധികം MDMA പിടിച്ചത്. പരിശോധനയിൽ 1,24,300 രൂപയും പോലീസ് പിടിച്ചെടുത്തു. റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൽ IPSന്റെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും പഴയങ്ങാടി പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. 1.21 ഗ്രാം MDMAയുമായാണ് ഒരാളെ കോഴിക്കോട് റൂറൽ SP T ഷറഫ് IPSന്റെ കീഴിലുള്ള സംഘം പിടികൂടിയത്. മുക്കം കാരശ്ശേരി വീട്ടിൽ ഫർഹാനെയാണ് മുക്കം ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ച് ഡാൻസ് ഓഫ് സംഘവും മുക്കം പോലീസും ചേർന്ന് പിടിച്ചത്. മുക്കത്ത് കോഫി ഷോപ്പ് നടത്തുന്ന ഇയാൾ കൊറിയർ മുഖേനയാണ് ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. SIമാരായ K ശ്രീരാഗ്, K സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരു സെൻട്രലിലേക്ക് പോകുകയായിരുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ നിന്നാണ് ഉടമസ്ഥനില്ലാത്ത ബാഗിൽ 2 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തത്. ട്രെയിൻ കുറ്റിപ്പുറം സ്റ്റേഷൻ വിട്ടതിനു പിന്നാലെ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ട്രെയിനിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന.
ട്രെയിനിൽ ജനറൽ കോച്ചിലെ സീറ്റിനടിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ബാഗ് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും യാത്രക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുക്കം, തിരൂർ. സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് സൗഹൃദങ്ങൾക്ക് പ്രത്യേക അതിർവരമ്പുകളോ പരിധികളോ ഉണ്ടാകില്ല അല്ലേ? എന്നാലും പ്രണയവും സൗഹൃദവും തേടി പലരും ഡേറ്റിംഗ് ആപ്പുകളെ ആശ്രയിക്കാറുണ്ട്. മുംബൈ, ബംഗളൂരു എന്നീ നഗരങ്ങളിലെ പോലെ കൊച്ചിയിലും ഡേറ്റിംഗ് ആപ്പ് ബന്ധങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം ആപ്പുകൾ വലിയ കെണികളെന്ന് പോലീസും സൈബർ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൈംഗിക ചൂഷണത്തിനൊപ്പം ഹണി ട്രാപ്പും ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിപ്പെടുത്തലുമൊക്കെയാണ് പ്രധാന പരിപാടി. മാത്രമല്ല പല ആൾമാറാട്ടവും ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ കഴിഞ്ഞ രാത്രി കൂട്ടബലാത്സംഗത്തിനിരയായ യുവതിയും തൃപ്പൂണിത്തുറയിലെ സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട മോഡലും ഡേറ്റിംഗ് ആപ്പിൻ്റെ ഇരകളാണ്. സൗഹൃദങ്ങളൊക്കെ നല്ലതാണ്, അത് നിങ്ങളുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ്. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ചതിക്കപ്പെടുമെന്നതാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.